ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വിശ്വാസികളുടെ വൻ തിരക്ക്. പെരുന്നാളിനോടനുബന്ധിച്ച് വർഷത്തിലൊരിക്കൽ മാത്രം വിശ്വാസികൾക്ക് ദർശനത്തിനായി തുറക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം ദർശിക്കുന്നതിന് നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുകയാണ്. രാത്രി വൈകിയും പള്ളിയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ്. സ്ലീബ പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ 14 വരെ വിശ്വാസികൾക്ക് ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം ദർശിക്കുന്നതിന് അവസരമുണ്ടാകും. 14-ന് സന്ധ്യാപ്രാർത്ഥനയെ തുടർന്നാണ് നടയറക്കൽ ശുശ്രൂഷ നടക്കുക. 14 വരെ വിശുദ്ധ കുർബാനയ്ക്ക് സഭയിലെ വിവിധ മെത്രാപ്പൊലീത്തമാർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബുധനാഴ്ച രാവിലെ 7:30-ന് ജ്ഞാനായ അതിഭദ്രാസനം കല്ലിശ്ശേരി മേഖലാധിപൻ കുറിയങ്കോസ് മോർ ഗ്രിഗോറിയോസും 11-ന് രാവിലെ 7:30-ക്ക് അങ്കമാലി ഭദ്രാസനത്തിലെ മൂവാറ്റുപുഴ മേഖലാധിപൻ മാത്യൂസ് മാർ അന്തിമോസും 12-ാം തീയതി രാവിലെ 7:30-ന് അങ്കമാലി ഭദ്രാസനത്തിലെ കോതമംഗലം മേഖലാധിപൻ ഏലിയാസ് മോർ യൂലിയോസും 13-ാം തീയതി രാവിലെ 7:30-ന് മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ സ്തെഫാനോസും വിശുദ്ധ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കും. ശ്ലീബ പെരുന്നാൾ ദിനമായ 14-ന് രാവിലെ 7:30-ന് പ്രഭാത പ്രാർത്ഥന നടക്കും. രാവിലെ 8:30-ക്ക് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകുന്നേരം 5 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്കും തുടർന്നുള്ള നടയടക്കൽ ശുശ്രൂഷയ്ക്കും കോട്ടയം ഭദ്രാസനാധിപൻ തോമസ് മാർ തിമോത്തിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വൈദ്യുതി ദീപാലങ്കാരങ്ങൾ സെപ്റ്റംബർ 1 മുതൽ 14-ാം തീയതി വരെ ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, മണർകാട്.